ഇനി നമുക്ക് നല്ല രുചികരമായിട്ടുള്ള മുട്ട അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അവിയൽ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മളൊരു വലിയൊരു ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു 2 മുരിങ്ങയ്ക്ക തൊലി കളഞ്ഞിട്ട് 2ആയിട്ട് കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഒരു 2 മുരിങ്ങയ്ക്കയുടെ അകത്തുള്ള ഒരു മാംസം മാത്രം എടുത്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതേസമയം നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ചെറുതീയിൽ നന്നായിട്ട് ആവി കയറ്റാനായിട്ട് വെക്കാം. നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞ് 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.